നീ എന്താ ചെയ്തോ? അണ്ണ ഒന്ന് പടി. വല്യമ്മ സേഫാണ് പേടിക്കണ്ട. അണ്ണ സേഫാ പേടിക്കണ്ട. ഇതൊക്കെ എന്തൊരു സാധനമല്ലേ ഇതൊക്കെ? എന്റെ അമ്മോ. നേരെ പാപ്പനിട്ട് പോടി. നേരെ ഇങ്ങടി അവനെ പിടിച്ചിറക്കിയാണ്. വല്യമ്മ കളിക്കും. എന്തൊക്കെ സാധനമല്ലേ? എന്നെ കൊണ്ടുപോവന്നെ. അണ്ണ ഇട് അപ്പാപ്പനെ. പോടാടുന്നത്. നീ നൈസായിട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് വരാം. അപ്പൊ ഒന്ന് വരും. വല്യമ്മനെ വന്നടാ. എന്താന്ന് ഇതെന്താന്നൊന്ന് പറഞ്ഞു കൊടുക്കും അവന്. വല്യമ്മൻ എങ്ങനെയാ എല്ലാരെയും പരിചയപ്പെടുന്നത്? ആണോ എങ്ങനെ പരിചയപ്പെടുന്നത്? വെയിറ്റിംഗ് ഫോർ ഡിസിഷൻ. എന്നെ ഇപ്പൊ കിടത്തിയതേ ഉള്ളവൻ. ഇവൻ എന്നെ ഇപ്പൊ കിടത്തി. നിങ്ങൾക്ക് അറിയാം, ഒന്നിനും നിങ്ങൾ അവിടെ നിർത്തിയേക്കല്ലായിരുന്നു. എന്നെ ഇപ്പൊ കിടത്തിയേക്കുമായിരുന്നു ഇത്ര നേരം. ഇതെടുത്ത് മാറ്റാൻ പറയണം. ഇതിനകത്ത് കൊറേ ഉണ്ട്. ഇത് മറ്റേ 2000-4000 തൊട്ട് ഇത് കളയല്ലേ വല്യമ്മന്റെ പണി പോവും. ഇതൊക്കെ വല്യമ്മന് ഭയങ്കര ആവശ്യമുള്ള സാധനങ്ങളാട്ടോ ഇതൊക്കെ. വല്യമ്മന്റെ ജോലിയാ. എന്താ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റൂല. ഇത് കളഞ്ഞ രായ, ഇവിടെ എന്തൊക്കെയാ ഈ സിറ്റിയിൽ സംഭവിക്കുന്നത് നിനക്ക് വല്ലതും അറിയുന്നുണ്ടോ? നീ അറിയുന്നില്ല. വാഞ്ഞു വന്നേ, രായഞ്ഞു വന്നേ. ഞാൻ കൊടുക്കണോ? വിഷമം കിട്ടാൻ പാടില്ല. പക്ഷെ ഇത് സെറ്റ് ആയിട്ടെ, ഇത് ഇപ്പഴേ സെറ്റ് ആയത്. രായ സിറ്റി സെറ്റ് ആയത് ഇപ്പഴാണ്. രായനോട് നമ്മളത് വായിച്ചില്ലായിരുന്നു. നമ്മുടെ സ്കൂളിൽ അതല്ല, നമ്മള് 2ാം ക്ലാസ് മാത്രം ആയതുകൊണ്ട് ഈ പ്രസ് ഈന്ന് മാത്രമേ വായിച്ചുള്ളൂ. ബാക്കി സത്യം ബാക്കി വായിച്ചില്ല. ഞാൻ ഈ മസിലങ്ങ് പൊക്കി കാണിച്ചു ഞാൻ കേട്ടാ. ഒന്നും ചെയ്യാനില്ലായിരുന്നു ഇത്. പക്ഷെ ഞാൻ അപ്പൊ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കിയോട്ടെ. അതായത് ഇപ്പൊ ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യണ്ട. ഞാനിപ്പോ ഇതിട്ടിട്ട് ഞാനാണോ ഈ ഞെക്കേണ്ടത്? എനിക്ക് ഈ ഞെക്കാൻ കാണിക്കുന്നത് അത് വാസവൻ ഈ ഞെക്കിയ അത് എനിക്ക് കാണിക്കും. അപ്പൊ ഞാൻ ഈ ഞെക്കിയ അത് സംഭവിക്കും. മനസ്സിലായില്ല. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ക്യാരി ക്യാരി ഇട്ടോ അത് ക്യാരി ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ ഒരാൾക്ക് തലകുത്തിക്കുന്ന ഇമോട്ട് പോലെ സാധനം കണ്ടാ ഇട്ടിട്ട് അതിട്ട് ഈ ഞെക്കെ ഇത്തോട് വായിച്ചു നോക്കാം. എനിക്ക് മിസ്റ്റർ ഷാജിപാപ്പൻ ഇവിടെ ഈ കാണിക്കുന്നത് ഞെക്കി നോക്കി. എനിക്കൊന്നും എനിക്ക് കാണിക്കത്തില്ല. സാറിന് കാണിക്കുന്നുണ്ടോ? എന്താ അറിയത്തില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇത് നോക്കിയേ. വന്നിട്ടില്ല. M+F അത് 18+ ഒന്ന്. അപ്പൊ ഇത് ഞാൻ ഞെക്കിയാ ഞാനാവോ? ഞാൻ മുന്നിലാവോ? അതായത് ഇത് ഷെയർഡല്ലേ. അപ്പൊ വാസവന് ഇഷ്ടമുള്ള ആർക്ക് പോയി ഈ ഞെക്കാം. അവർക്ക് താല്പര്യം അവർക്ക് തിരിച്ച് ഈ ഞെക്കാം. അങ്ങനെ അവരുടെ കൂടെ സമ്മതം ചോദിക്കണ്ടേ നമ്മള്? ശരിയാ സമ്മതം ചോദിക്കണം. ഇത് പ്രശ്നമാണ്. ഇത് ഞാൻ വേറെ കാര്യം പറയാം പാപ്പ. ഇത് കുറെ പെർമനന്റ് ബാനിനുള്ള കുറെ സാധനമാണിത്. ഉറപ്പായിട്ടും അവരോടൊരു കാര്യം പറയാം. ഇത് മറ്റേ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ പറയാം. ഉറപ്പായിട്ടും ഇത് മാറ്റിയില്ലെങ്കിൽ പണിയാവും. ഇത് പ്രശ്നം എന്താ വാസവന്റെ? ചുമ്മാ ഡാൻസ് എടുത്തിട്ടേ അതൊന്ന് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി. ഞാൻ 4000 വരെ പോയി, പിന്നെ നിർത്തി. ഡാൻസ് അടിച്ചിട്ട് അപ്പൊ കൊറേ ഇത് കാണിക്കുന്നുണ്ടോ? എന്റെ അമ്മു ഡാൻസ് ക്ലിക്ക് ചെയ്ത് ചുമ്മാ താഴോട്ട് സ്ക്രോൾ ചെയ്തോണ്ടിരുന്നേ. എത്ര വരെ പോവാൻ നോക്കാം.
എന്റെ പൊന്നി 900 1000 അതൊന്നുമല്ല പോട്ടെ ഇനി പോകും. ഞാൻ 4000 വരെ പോയപ്പോ പിന്നെ നിർത്തി. അമ്പോ ഇതിന് കർസർ പോലും കാണിക്കുന്നില്ല. 2000 എത്തി. എന്റെ അമ്മോ ഇത്ര ഇമോട്ട്സ് ഉണ്ടോ ഇതിനകത്ത്? ഓ ഹായ് ബ്രോ, എന്റെ റിയൽ നെയിം എന്താണ്? ഇപ്പൊ കുറച്ച് നാളായി ഉള്ളത്. ഇത് കാണാൻ തുടങ്ങിയിട്ട് യു ഗൈസ് ആർ ഡൂയിങ് ഗുഡ്, കീപ് ഗോയിങ്. അൽഫിൻ മാത്യൂസ് ബ്രോ, താങ്ക് യു സോ മച്ച് 100. ഇത് വേണ്ടാത്ത പിള്ളേരെ പഠിപ്പിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടെന്ന് കേട്ടു. എന്താണത്? ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ആവശ്യമുള്ളത് അതെ, നിത്യജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളത്. ആ അത് ശരിയാണ്. നിത്യജീവിതത്തിൽ കൊടുത്തേര്. സാർ ആ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള അത് ഇതൊക്കെ ഇതെന്താ ഇത് ടൈറ്റാനിക്കോ? ഇതെന്താ നിത്യജീവിതത്തിൽ ഇതിന്റെ ആവശ്യകത എന്താന്ന് എനിക്കൊന്ന് പറയാം. അത് ലോഡാവാൻ ലേറ്റ് ആയതാണ് കേട്ടാ. അത് വാസവന അങ്ങനെ ചോദിക്കാനും ശരിയാണ്. നിത്യജീവിതത്തിൽ വളരെയധികം ആവശ്യം വരുന്ന ഒരു സാധനമായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അറ്റ്ലീസ്റ്റ് ജെൻഡർ എങ്കിലും ഡിറ്റക്ട് ചെയ്യണ്ടേ ഇതൊക്കെ എക്സ് കൊടുക്കുമ്പോ? അയ്യോ സോറി, ഇത് മലപ്പുറമല്ല, അറിയാൻ അല്ല നമുക്കിപ്പം ഇത് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് ഏത് ആവാലോ. ഇതാര്? ഇതായിരുന്നു ഓ മനസ്സിലായി. ഓ മൈൽസ് 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 ആണ് ഇത്. ഡേവിസ് മൈൽസ്. ഡേവിസ് ആ, എന്തുണ്ട് മൈൽസിന്റെ വിശേഷം? സത്യം എന്റെ ചാരിത്രം പോയിണ്ട്. ഞാനിപ്പോ എന്താ പറഞ്ഞത് കേട്ട് കണ്ണാപ്പി ഒന്ന് വന്നേ, ഒരു മിനിറ്റ് വന്നേ. ഗൈസ് എനിക്ക് കണ്ണാപ്പി എടുത്ത് പേഴ്സണൽ ആയിട്ട് ഒന്ന് സംസാരിക്കാനുണ്ടേ. എനിക്കൊന്ന് സംസാരിക്കണ്ടേ കണ്ണാപ്പി? എനിക്ക് നിന്റെ അടുത്ത് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ടേ. ഇത് ഞാൻ നീ മാത്രം കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ, അതുകൊണ്ട് നിന്നെ മാറ്റി നിർത്തി സംസാരിക്കുന്നത്. തത്സമയത്തിലുള്ളവരോട് ഗൈസ് ഞാൻ കണ്ണാപ്പി എടുത്ത് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനേ. എടാ മുഖത്ത് വാണം തേച്ച് വന്ന മയിരെ, നിന്നെ നീ എന്റെ മുന്നിൽ വരല്ലേടാ കണ്ണാപ്പി. നിനക്ക് ഓർമ്മയുണ്ടോ ഈ സിറ്റിയിൽ 5ാമത്തെ ദിവസവും ഞാനിപ്പോ കേറുന്നേ? എന്തെങ്കിലും ഒന്ന് കാണാൻ. ആദ്യത്തെ ദിവസം ഇവിടെ വന്നപ്പോ നിന്റെ തലവട്ടം കണ്ട് നീ ഓറയെന്ന് പറഞ്ഞ് ഇന്ന് എന്തോ സ്റ്റാറ്റസ് ഇട്ടേക്ക് ഞാൻ കണ്ടല്ലോ. ഓറയല്ല നീ പൂ. ഞാൻ എന്നെ കൊണ്ട് പറയിക്കരുത് നീ കേട്ടാ. നിന്റെ തലവട്ടം കണ്ടതിന് അന്നോട്ട് ഈ സിറ്റിയിൽ ഒരു 5 മിനിറ്റ് എനിക്ക് നിക്കാൻ പറ്റിയിട്ടില്ല. കണ്ണാപ്പി നീ വരല്ലേ എന്റെ മുന്നിലെടാ. ഒരു പ്രശ്നമില്ലാതെ നിന്ന് ഇനി അടിച്ചു പോയാൽ നിന്റെ നീ വരല്ലേ കണ്ണാപ്പി. നീ ഈ സെർവറിൽ നിന്ന് പോടാ പ്ലീസ്. പോഡ്കാസ്റ്റിന്റെ ഫുൾ റവന്യൂ എഴുതി തരാം സത്യമായിട്ട്. പൊക്കോ, എനിക്ക് വേണ്ട. എനിക്ക് അതിനകത്തൊന്നും 1 രൂപ പോലും വേണ്ട, മൊത്തം തരാം. നീ ആ ചാനൽ കൊണ്ട് എന്തേലും ചെയ്തോ, എനിക്ക് നിന്റെ കൂടെ ഒരു പരിപാടിയും വേണ്ട. ആ എന്റെ ഫ്രണ്ട് കൊമ്പൻ വന്നിട്ട് കുറെ വർഷമായി. ഓരോ നിനക്കപ്പം ഇതുവരെ കൊമ്പൻ ഇല്ലേ മുന്നില്? എന്റെ കൊമ്പനല്ല എടത്തരോ ഓ എന്ന് പറഞ്ഞ? എന്റെ വണ്ണസായി എന്തൊക്കെയാണ് പറയണേ? ഓ അല്ല പറഞ്ഞതാണ് ഞാൻ കുറച്ച് അതല്ലേ ഫ്ലഫി അതെ. എത്തിയല്ല. ഇനിയിപ്പോ വസുവനെ പറ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാല് അന്ന് നമ്മള് വസുവന്റെ വണ്ടി സിറ്റി കയറിയപ്പോ നഷ്ടപ്പെട്ടായിരുന്നല്ലോ. അതെ. അപ്പം അതിന് വേണ്ടിട്ട് അപ്പം അപ്പ ഒരു കാര്യം തീരുമാനിച്ചായിരുന്നു. അതായത് ഈ സിറ്റി വാസ്മോൻ വരുമ്പം നമ്മൾ നേരെ ഡീലർഷിപ്പിൽ പോകുന്നു. അവിടെ പോയിട്ട് വാസ്മോൻ ഇഷ്ടമുള്ള വണ്ടി നോക്കുന്നു, നമ്മൾ വാങ്ങുന്നു. എന്താ പറയുന്നത്? വണ്ടി ഒന്ന് സീനില്ല പാപ്പ, വണ്ടി ഒന്ന് സീനില്ല. നമുക്ക് സിറ്റി ഒന്ന് ആദ്യം കണ്ടാൽ വണ്ടിയൊക്കെ നമുക്ക് അങ്ങനെ പറയരുത്. എന്തായാലും വാസുമോന് അപ്പാപ്പൻ ഒരു വണ്ടി തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ്. അത് നമുക്ക് മേടിക്കാം. നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടാലോ? പോവാം. നമ്മുടെ സരക്ക് വന്നോ? സരക്കൂടെ വന്നിട്ട് നമുക്ക് പോവാം. സരക്ക് വന്നിട്ട് നമുക്ക് I don't have two decodes, but only I have max in that. സിലബസ് ഒന്നും മാറ്റാൻ ഇവിടെ സൂപ്പർ ചാമ്പ്യൻ ഒരു കാര്യമില്ല. പങ്കായത്ത് വള്ളത്തിലാണോ വന്നത്? വള്ളത്തിൽ എന്തോ
ആ ഇത് ആ, ഇത് നിനക്ക് ഇത് ഇത് കഴിഞ്ഞ് ആറട്ടി വേണം. ഇത് കഴിഞ്ഞ് കണ്ണാപ്പിക്ക് അപ്പാപ്പൻ ഒരു വേറൊരു സാധനം കൊടുക്കുന്നുണ്ട്, അത് നിനക്ക് തരാം. അത് നിനക്ക് എല്ലാം എല്ലാം ലോലിപോപ്പ് മേടിക്കാൻ വന്നിരിക്കണം അവൻ. ഓ യാറാ. ഒരു വർഷത്തിന് ശേഷം വന്നതാണ് കേട്ടോ അണ്ണൻ. ഓ, അണ്ണാ, അണ്ണാ. ആ എന്നിട്ട് ഇപ്പൊ കംബാക്ക്. ഓ, 50 രൂപയാണ് വിളിച്ചത്. ഫോൺ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത എന്താ? ഹലോ ഹലോ പേരെന്താണ് ഹലോ കുട്ടാ ഓ ഷാജി പാപ്പനാണോ എന്തൊക്കെയുണ്ട് എന്താണ് നമുക്ക് അവിടെ ഫോൺ ഒന്ന് സെറ്റ് ആക്കുക കേസ്. ഒരു മിനിറ്റ്. അത് ഇയാള് ക്ലിക്ക് ടു സെറ്റപ്പ് യുവർ ഫോൺ. ഇംഗ്ലീഷ്. ഓ ഇമെയിൽ ഐ ഡി അടിക്കണം അല്ലേ? പരന്ത് വാസു. ഈ പുണ്ട എന്തിനാ എന്റെ മുന്നിൽ വന്നിങ്ങനെ 50 രൂപ വന്നോടാ എങ്ങനെയാ ഫ്ലൈറ്റിനായിരുന്നോ ഓ ഓ ഓക്കെ എന്താണോ അര വരെ നനഞ്ഞിരിക്കുന്നേ ഇവന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ എനിക്കുണ്ടല്ലോ. നീ ഫ്ലൈറ്റ് വരുന്നത് പറഞ്ഞാൽ വിശ്വസിക്കണം Call me a 100 rupees, bro. You are a big inspiration for us who dreams to become a content creator. You are still inspiring more. Call me Rick, bro. Thank you so much for the 100. നിന്നെ പോലെ 5 വരെ തന്താന്ന് വിളിച്ചോണ്ടില്ലടാ ഇവന്റെ അന്തസ്സുള്ള അപ്പൊ ഞാൻ ഫോണില് മറ്റേ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇൻ വിച്ച് സിറ്റി യു ആർ ബോൺ? ഓക്കെ. കൂടൽ ക്രിയേറ്റ് പാസ്വേഡ്. വെൽക്കം ടു എക്സ് ഫോൺ. ഓക്കെ, യു ഹാവ് കംപ്ലീറ്റഡ് ദ ഇൻസ്റ്റലേഷൻ. ദ ഫോൺ ഈസ് നൗ പ്രിപ്പയറിംഗ്. പ്ലീസ് വെയിറ്റ്. അത്രേ ഉള്ളൂ. ഇത് ഏതാ ഗെയിം? ദിസ് ഈസ് GTA 5. വിനീതണ്ണൻ മെസ്സേജ് ഇട്ടു ആക്സിഡന്റ്. എന്തൊരു വിനീത് ചാറ്റ് മെസ്സേജ് ഇട്ടാ? നമുക്ക് പൊളിക്കണ്ടേ ഓ തോക്കൊക്കെ ഒന്ന് തുടങ്ങുമ്പോ നമുക്ക് പൊളിക്കാം വാട്ട്? നീ എവിടെ? അണ്ണ എന്തോ ഫോണിൽ നോക്കി എവിടായി? അടാ ആ ഓക്കെ ഓക്കെ ഓക്കെ. അടാ എന്താ അല്ല ലൈവ് ഒന്നുമില്ല. അണ്ണോ പേടിച്ചു പോയല്ലോടാ കഴിവറാ മോനെ. നീ എന്തോ പറഞ്ഞേ? ഒരു കാര്യം പറയുമ്പോ പൈസ എന്നിട്ട് മര്യാദക്ക് പറഞ്ഞൂടെ നിനക്ക്? മനുഷ്യനുണ്ടല്ലോ. ഹലോ പറയടാ, പറ. ഓ അടാ അണ്ണനൊക്കെ ഞാൻ ഇത് വെച്ചെന്ന് ചോദിച്ചാണ് ഒന്നും പറ്റിയില്ല. നീയായിട്ടൊന്നും പറ്റിക്കല്ലേ എന്നെ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ ഒരു കാര്യം പറയുമ്പോഴേ അവന്റെ എല്ലാരും ഉണ്ട് സാഗറിനെ കണ്ടു സാഗറിനെ കണ്ടു ഓ സാഗറിനെ അറിയാം. പിന്നെ ഞങ്ങള് ഫുൾ ടൈം ഒരുമിച്ചായിരുന്നു കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട്. ഇപ്പൊ സാഗർ ഇപ്പൊ മുള്ളാൻ വേണ്ടി എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോയതേ ഉള്ളൂ. അതേ വന്നല്ലോ സാഗർ. എന്താ സാഗർ പറഞ്ഞു? അണ്ണാ പിന്നെ മാലിക് സ്റ്റോ മാലിക് നമ്മളെല്ലാരും പരിചയപ്പെട്ട്. ആണോ? ആ 2 മാലിക് ഉണ്ട് ഇവിടെ സിറ്റിയില്. എടാ ഇതിനകത്ത് ഫേസ് ഐഡി എനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണ്? അണ്ണാ ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ ഇട്ടതാണ്, പിന്നെ എനേബിളിംഗ് ഒന്നും ഇല്ല. ആണോ? ഓ ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ ഇട്ടതാ. ഓ അപ്പം മൂഞ്ചി. അണ്ണാ ഇതിപ്പം ഇവിടെ മറ്റേ അണ്ണന്റെ ഫോൺ ഡ്രോപ്പ് ചെയ്താണ്. ഒന്ന് പോടാ. ഫേസ് ഐഡി ഒക്കെ ഉണ്ട്. ഫേസ് ഐഡി ഉണ്ട്, അത് സെറ്റിംഗ്സ് വിനീതണ്ണന് മെസ്സേജ് ഇട്ട് നേരത്തെ പറഞ്ഞു. സെറ്റിംഗ്സിൽ ആ ബ്രോ അങ്ങനാണോ പറഞ്ഞത്? ഓക്കെ ഞാനത് നോക്കാം. ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാത്ത കാര്യമാണ്. ഓ ഞാൻ ചെയ്തോളാം. എടാ സരക്ക് വരുമല്ലോടാ. സർക്കണം വരുന്നേ വന്നതേ ഇപ്പൊ കേറിക്കൊണ്ടിരിക്കുക. ഞാൻ വിളിച്ചു നോക്കട്ടെ കേട്ടോ. എഫ് മീഡിയ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസർഷിപ്പ്. ഗയ്സ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എനിക്ക് വേറെ എനിക്ക് സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ ഗൈസ്, എനിക്ക് KVL പുതിയതായിട്ട് കയറിയ ഒരാളെ പോലും അറിയത്തില്ല. ഇവന്മാരുടെയൊക്കെ പേര് പറഞ്ഞാൽ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് എൻ്റെ അടുത്ത ഏറ്റവും വലിയ പേടി. എന്തെങ്കിലും വന്ന് അടിയാവോ വഴക്കോ ആവോ എന്നുള്ള പേടിയാണ് എൻ്റെ. വേറൊരു നല്ല പേടി എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഓ പറയടാ.
ഞാൻ ആ പേടിയെ പറ്റി പറഞ്ഞില്ല. അതിലൊരെണ്ണമാണിത്. എന്തോടാ? അല്ല എന്തിനും കുഴപ്പമുണ്ടോ എന്നെക്കാളെ? നിന്നെ കാണാൻ ഒരു കുഴപ്പമില്ല, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. എന്തോ എഴുതിയിരിക്കുന്ന ഐ ലവ് കോസിംഗ് ഡ്രാമ. സൂപ്പർ. ഇതാണ് ഫ്ലഫി, നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ തറക്കണ്ണനും പക്ഷെ അവര് ഇത് ഇവിടെ നിൽക്കണം ബോർഡിന്റെ അവിടെ ഡ്രസ് ചെക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. ഓക്കെ, ചെക്ക് ചെയ്ത് കഴിയുമ്പോ പറ, ഞാൻ അങ്ങോട്ട് വരാം. ഇതില് സ്റ്റാർട്ടർ പാക്ക് എങ്ങനെ കിട്ടുന്നു? മറ്റേ ഫോണൊക്കെ അവിടെ ഒരു പെണ്ണ് ഇപ്പൊ ഉണ്ട്, അവളെ പോയി കണ്ണിറക്കി കാണിച്ചല്ലേ. അണ്ണാ പിന്നെ അണ്ണൻ തുണി മാറുവാന്ന് പറഞ്ഞു സരക്കണ്ണൻ. തുണി മാറിയിട്ടാൻ വരും. ഓൾറെഡി എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ഒരാള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാസുവിനോട് സംസാരിക്കണം നാണം കൊണ്ട് നാണിച്ച ഒരാൾ അവിടെ നിൽപ്പുണ്ട്. നാണം കൊണ്ട് അതാരാ? ആരായിരിക്കും? അയ്യോ അതാരാ? അങ്ങോട്ട് പോയി നമുക്ക് നോക്കാം. ആളെ മനസ്സിലാവില്ല. ഓ, അപ്പൊ ഏതോ ഒരുത്തൻ കൊട്ടയെന്ന് വിളിക്കാൻ പോണ കേട്ടോ എന്നെ, ഒരു സംശയമില്ല. നാണമുള്ള ആളെ കൊണ്ട് വിളിച്ച് ഇപ്പൊ മനസ്സിലായ ആളാരാത്? ഇറങ്ങിപ്പോയാ? ഇല്ല, നേരത്തെ കേക്കാണോ? നീ മാറിക്കടാ. നാണമുള്ള ആള് ഇങ്ങോട്ട് മുന്നോട്ട് വരും. ഹലോ, ആ നിമിഷം വന്നെത്തി. അക്കരെ ഇക്കരെ നിന്നാലും അങ്ങനെ ആശുപത്രി അമ്മായി അത് കേറി അങ്ങോട്ട് ഇപ്പൊ പെട്ടെന്ന് തെറി പറയാനല്ലോ എന്നാലും ഈ പെട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ. നമസ്കാരം നമസ്കാരം. അമ്മായി വരുന്നു. കാലചക്രം നമ്മളെ ഒരുമിച്ച് കൊണ്ടുവന്നു അവസാനം. അങ്ങനെയാണ് ചില കാര്യങ്ങൾ, അങ്ങനെയാണ് എനിക്ക് നാണം പോകുന്നില്ല. എന്ത് ചെയ്യാൻ? അത് ചില കാര്യങ്ങൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വരും, മനസ്സിലായോ? അതാണ് എങ്ങനെ വേണം അമ്മായി കാര്യങ്ങളൊക്കെ? നന്നായിട്ട് തന്നെ പോട്ടെ, അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. അതെ, പ്രശ്നമാണ്. നാണം മാറാൻ സമയം എടുക്കും, അതെങ്ങനെയാണ്. എനിക്കിപ്പോ 5ാമത്തെ ദിവസമാണ് നമ്മൾ ഇവിടെ സിറ്റി കയറുന്നത്. ഇപ്പൊ ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നാണം കാരണം. ഇന്നല്ല ശരിയാക്കാം. നിങ്ങളുടെ അല്ല ബാക്കി ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് നടക്കാന്ന് അവര് വന്നു. അവര് വരുമ്പോഴത്തേക്ക് ഒരു കാര്യം, നമുക്ക് 2 ഗ്യാങ്ങിലെയും മെമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്താം. എല്ലാരും ഇല്ലായിരുന്നല്ലോ. അതാണ് നല്ലത്. വാ എടാ, അവര് വന്നോടാ. ഡ്രസ് ചേഞ്ച് ചെയ്താ? ഹഗ് കൊടുക്കാനാ? പോടവിടുന്ന്. ഞാനെങ്ങനെ പോയി ഹഗ് കൊടുക്ക? എനിക്കിത് ഇവരെ കാണുമ്പോണ്ടല്ലോ, ഞാൻ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യണം കേട്ടോ നിങ്ങളടുത്ത്. എനിക്കിതൊക്കെ കാണുമ്പോ നമ്മളുണ്ടായ മറ്റേ ഡാർക്ക് അടികളൊക്കെ ഓർമ്മ വരുന്നത്. സത്യം പറഞ്ഞ ഇത് വേറെ ഏതോ യൂണിവേഴ്സ് ആണിത്. ഇത് ഞാൻ മനസ്സിൽ കണ്ട യൂണിവേഴ്സ് അല്ല. സ്നൈപ്പേ, നിന്നെ സുമതി അമ്മായി തിരക്കണം അവിടെ. ക്രഷാ? ഞാൻ ബ്രോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ജാഗർ ബ്രോ എടുത്ത് നോക്കിയത് ബാക്കിലോട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പോയി അമ്മായിയോട് സംസാരിക്കുന്നു, ഇവരുടെ അടുത്തൊക്കെ ചിരിക്കുന്നു. ഇത് വേറെ ഏതോ യൂണിവേഴ്സ്. നമ്മള് മനസ്സിലായോ? സത്യം. അതെ, ഇല്ലൂമിനാണ്ടി. നമ്മളെ ആദ്യത്തെ ട്രയാങ്കിൾ, നമ്മളെ ആദ്യത്തെ നല്ല കാലം, അടുത്ത ട്രയാങ്കിളിന്റെ അടുത്ത കോർണർ നമ്മൾ തമ്മിൽ അടിയാവുന്നു. വീണ്ടും നമ്മൾ ഒന്നിക്കുന്നു, വീണ്ടും നമ്മൾ പിന്നെ കുറച്ച് അടിയാവുന്നു, പിന്നെ തിരിച്ച് നമ്മൾ ആ നല്ല കാലത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. മനസ്സിലായ? സത്യം. അപ്പൊ അടുത്തത് അടിയാണ് അല്ലേ?
നമ്മുടെ കാലശേഷം ഇത് തീരത്തുള്ളൂ. അതെ നമ്മുടെ കാലശേഷി ഇതിനൊരു അവസാനം കാണും. അപ്പൊ ഉടനെ തീരും എല്ലാം. അപ്പാപ്പന് പെട്ടെന്ന് വയസ്സായോണ്ട് ഫസ്റ്റ് അവരായിരിക്കും. അപ്പാപ്പനും അമ്മായി രണ്ടുപേർക്ക് വയസ്സായോണ്ട് അവരാദ്യം തീരും. സുമതിയുമേ അപ്പാപ്പനും വരും. പിന്നെ പതിയെ ഓ പറയടാ പറ. സ്റ്റാർട്ടർ പാക്ക് വന്ന വാ അങ്ങോട്ട് വാ ബ്രിഡ്ജി അടിച്ച് തൊട്ട് അടുത്തൊക്കെ പോകുന്നു. ടൈം ലൂപ്പ് സത്യം ടൈം ലൂപ്പ്. വേണം അങ്ങോട്ട് പോടാ. ബാബു വന്നോ എടാ അപ്പാപ്പൻ എന്തിയേ? ഡിഫൻഡറിന്റെ ആ ഭാഗത്ത് അങ്ങോട്ട്. ഓ പറ. ആരോടെങ്കിലും ചോദിച്ചൊരു വെയ്പ്പ് സെറ്റ് ആക്കി തരുമോ? വേപ്പോ? വേപ്പൊന്നും വലിച്ചുവിടാൻ ചത്തുപോടാ. ഇല്ലെന്നാ ഒന്നും കുഴപ്പമില്ല. എനിക്ക് ഇതേണ്ട ഇവിടെ മഷ്റൂമും എല്ലാ ആശ്രമം ഒന്നും അടിച്ചിട്ട് ഒരു എഫക്റ്റും വരുന്നില്ല. ഇപ്പൊ കൂടെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇല്ല ഇപ്പൊ ട്രൈ ചെയ്യണ്ട. വേപ്പൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അണ്ണാ